സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇന്ന് കുടുംബമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അസാദിയുടെ പ്രേക്ഷകരോടുള്ള സ്നേഹവും നന്ദിയും പറയുവാനാണ്. നന്ദി പറയുവാൻ വാക്കുകൾ പോരാ. കാരണം നമ്മുടെ ചാനൽ ഒരു 3 വർഷത്തിൻ്റെ കാലയളവിനകമായിട്ട് 1,00,000 സബ്സ്ക്രിപ്ഷൻ നമുക്ക് പൂർത്തീകരിക്കുവാനിടയായി തീർന്നു. ഒരു ചെറിയ കാര്യമല്ല. ഒരു ക്രിസ്ത്യൻ ചാനൽ എന്ന നിലയിൽ ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അതിന് ഉപയോഗിച്ചു. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രാർത്ഥന, അതൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു അനുഗ്രഹത്തിന്, വളർച്ചയ്ക്ക് കാരണം. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ ചാനൽ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ റീഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഈ ചാനലിലൂടെ തുടർന്നും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പത്യ ഉപദേശം, സത്യവചനം, ദൈവത്തിൻ്റെ വചനത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള കുറേ പ്രോഗ്രാമുകൾ കൂടെ ഈ ദിവസങ്ങളിൽ പിന്നെയും കൊണ്ടുവരുവാൻ ഒക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ആസാദി മലയാളം ചാനൽ തുടങ്ങിയത് കോവിഡിന് മുമ്പാണ്. ഹാർവസ്റ്റ് ടിവിയിലുള്ള നമ്മുടെ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്. എന്നാൽ കോവിഡ് കാലഘട്ടത്തിൽ ഏതാണ്ട് 2021 കൂടിയാണ് നമ്മുടെ ചാനലിൽ സാക്ഷ്യങ്ങൾ നമ്മൾ ഇടുകയും അതനേകർക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യുവാനിടയായി തീർന്നത്. 2021 ഏതാണ്ട് ജൂലൈ മാസം മുതൽ ചാനൽ ശക്തമായിട്ട് വളരുവാനിടയായി തീർന്നു. ഈ 3-ാം വർഷമായപ്പോൾ 100,000, അതായത് 1,00,000 സബ്സ്ക്രിപ്ഷൻ നമുക്ക് പൂർത്തീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇപ്രകാരമുള്ള ഒരു ടെസ്റ്റിമണി സെക്ഷൻ്റെ ഒരു ആശയം നിങ്ങൾക്ക് ലഭിച്ചത്, എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. സാൻഡി ആരംഭിച്ച ഒരു വിമൻ ഫോർ ജീസസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ തുടർമാനമായിട്ട് എല്ലാ ദിവസവും 8-10 മിനിറ്റുള്ള സാക്ഷ്യങ്ങളും വചനമൊക്കെ സഹോദരിമാർ ഷെയർ ചെയ്യുമായിരുന്നു. ചിലപ്പോഴൊക്കെ ആ സാക്ഷ്യം ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളാണ്. കേവലം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ കുറേ പേർ മാത്രം കേൾക്കേണ്ട സാക്ഷ്യങ്ങളല്ല. അത് കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഒരു സമൂഹം അത് കേൾക്കണമെന്നുള്ളൊരു ചിന്ത കൊണ്ട് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു. ഫേസ്ബുക്കിലൊരു ലൈവ് കൊണ്ടുവരാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഒരു 10-40 എപ്പിസോഡ്സ് ഞങ്ങൾ ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് നമ്മുടെ സാക്ഷ്യങ്ങൾ ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവരുവാനിടയായി തീർന്നത്. വിമൻ ഫോർ ജീസസിൻ്റെ ലൈവ് ടെസ്റ്റിമണീസ് ഒരു 10-40 എപ്പിസോഡുകൾ ഫേസ്ബുക്കിലൂടെ. പിന്നീട് കുറേ ദിവസങ്ങളിൽ ഫേസ്ബുക്കും യൂട്യൂബും ഒരുപോലെ നമ്മൾ ലൈവ് കൊണ്ടുവരുവാനിടയായി തീർന്നു. അതിനുശേഷം യൂട്യൂബിൽ മാത്രമായിട്ട് നമ്മുടെ ലൈവ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത്. പിന്നീട് സഹോദരിമാരുടെ മാത്രം സാക്ഷ്യങ്ങളല്ല, ദൈവമക്കളുടെ, ദൈവദാസന്മാരുടെ, യൗവനക്കാരുടെ ഒക്കെ സാക്ഷ്യങ്ങൾ കൊണ്ടുവരണമെന്ന ആഗ്രഹത്തോടെ യുവ ഫോർ ജീസസ്, എൻ്റെ കഥ, വി വിറ്റ്നസ് ദ ക്രോസ്, അതായത് സുവിശേഷ വേലയിലായിരിക്കുന്ന മിഷണറിമാരുടെ അനുഭവങ്ങൾ, ഇങ്ങനെ വിവിധ തലത്തിലുള്ളവരുടെ അനുഭവങ്ങൾ നമുക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. പലരും ചോദിക്കാറുണ്ട്, എന്താണ് ആസാദിയുടെ വളർച്ചയുടെ ഒരു രഹസ്യം? എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ 2006 ഞങ്ങളെടുത്ത ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം 2006 ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി സമർപ്പിച്ചടങ്ങിയ സമയത്ത് എടുത്തൊരു തീരുമാനം, ഞങ്ങളുടെ ശുശ്രൂഷയിൽ കൈത്താങ്ങൽ നൽകുവാൻ ഉള്ള ആളുകൾ വളരെ ചുരുക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശുശ്രൂഷയിൽ മുൻപോട്ട് കാലുകൾ വെക്കുമ്പോൾ അതിൻ്റേതാകുന്ന പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രിയിൽ ഇറങ്ങിയപ്പോൾ ഒരു തീരുമാനമെടുത്തു, ഞങ്ങൾ ശുശ്രൂഷയിൽ മുൻപോട്ട് വരുമ്പോൾ കഴിവുള്ളിടത്തോളം മറ്റുള്ളവർക്ക് ഞങ്ങൾ കൈത്താങ്ങൽ കൊടുക്കും. അന്ന് ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഞാൻ ഇന്നും ഓർക്കുന്നു. മറ്റുള്ളവർക്ക് ചവിട്ടിക്കയറുവാൻ എൻ്റെ തോൾ ഞാൻ കൊടുക്കും. അതൊരു തീരുമാനമായിരുന്നു. എനിക്ക് തോന്നുന്നു ആസാദി ചാനലിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഏതെങ്കിലുമൊക്കെ ദേശത്ത് പ്രാർത്ഥനയോടുകൂടെ മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സമയത്ത് അവരെ പുറത്തു കൊണ്ടുവരുവാൻ ഈ ചാനലിനെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ചാണ് ഓരോ ടെസ്റ്റിമണീസും
ഞങ്ങൾ കൊണ്ടുവരുന്നത്. ദൈവം ഉപയോഗിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരണം. കർത്താവെ, ഞങ്ങളുടെ കയ്യിൽ അവരെ കൊണ്ടുതരണം എന്നൊക്കെ പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ഈ ടെസ്റ്റിമണികൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതായത് ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ചവിട്ടി മുൻപോട്ട് കയറുവാൻ, വെളിച്ചത്തിൽ വരുവാൻ ഒരു വേദിയായിട്ട് ആസാദി ഉപയോഗിക്കപ്പെടുന്നു. ആസാദിയുടെ ടെസ്റ്റിമണി സെഷൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായി തീരും. നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്ന ആളുകളെക്കുറിച്ച് ഞങ്ങൾ നല്ലൊരു ഇൻട്രഡക്ഷൻ, നല്ല 4 വാക്കുകൾ എപ്പോഴും അവരെക്കുറിച്ച് പറയും. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുവാൻ പണ്ട് എടുത്ത ഒരു തീരുമാനം പോലെ ഞങ്ങൾ കൈത്താങ്ങൽ നൽകുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ സ്വർഗത്തിലെ ദൈവം ഈ ചാനലിനെ ഉപയോഗിക്കുവാൻ ഒരു കാരണമായി തീർന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം 2006 എടുത്തൊരു തീരുമാനം ഞങ്ങൾ ഒന്നുകൂടെ റീഡെഡിക്കേറ്റ് ചെയ്യുവാനിടയായി തീർന്നു. കർത്താവെ, നിൻ്റെ രാജ്യത്തിനു വേണ്ടി ആരെയെങ്കിലും വളർത്തുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളെ അതിനുപയോഗിക്കണം, ഞങ്ങളുടെ കയ്യിൽ നൽകണമെന്ന് ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒന്നുകൂടെ പുനഃസമർപ്പണം ചെയ്യുവാനിടയായി തീർന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മുടെ ടെസ്റ്റിമണി സെഷൻസ് ആരംഭിക്കുകയാണ്. റെക്കോർഡിങ്സൊക്കെ ഓൾറെഡി അത് പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ വിവിധ ഭാഷകളിൽ അനേകർക്ക് അനുഗ്രഹമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാനുണ്ട്. സഞ്ജയ് എന്തെങ്കിലും പറയുന്നു? എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഞങ്ങളോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇത്ര അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ, ഞങ്ങൾ മുംബൈയിലാണ് താമസിക്കുന്നത്, അന്നേരം നിങ്ങൾക്ക് ഇത്രയും കോണ്ടാക്ട്സ് ഒക്കെ എങ്ങനെ ലഭിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന അനേകരുണ്ട്. അവർ തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളുള്ളവരുടെ നമ്പർ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരികയും അങ്ങനെയാണ് ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുന്നത്. അന്നേരം എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹവും നന്ദി ഈ സമയം ഞങ്ങൾ അറിയിക്കുന്നു. പിന്നെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ്. കുടുംബമായി ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നന്ദി ഒരു പ്രാവശ്യം കൂടെ. ഗോഡ് ബ്ലസ് യു ഓൾ.